അജിത നായർ വെറൈറ്റി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് നമുക്ക് തൈര് വെച്ചുള്ള ഒരു ഫേഷ്യലാണ്. അപ്പം തൈര് വെച്ച് ഫേഷ്യൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആകാനും നല്ല പാല് പോലെ വെളുക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു ഫേഷ്യലാണ് തൈര് വെച്ചിട്ടുള്ള ഫേഷ്യൽ. അപ്പം നമുക്ക് എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകണമെങ്കിലും നമുക്ക് ഇത് ചെയ്തിട്ട് പോകാം. അപ്പം ഞാനിപ്പം നിങ്ങളുടെ മുമ്പിൽ ഇൻട്രോ എടുക്കാനായിട്ട് നിന്നത് തൈര് കൊണ്ടുള്ള ഫേഷ്യലൊക്കെ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഇത് ചെയ്യുന്നതിന് മുന്നുള്ള ഫേസും ചെയ്ത് കഴിഞ്ഞുള്ള ഫേസും നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും വീഡിയോയിൽ. അപ്പം നമ്മുടെ ഫേസ് നന്നായിട്ട് പാല് പോലൊക്കെ വെളുത്തില്ലേ. ഇപ്പം ഇനി നിങ്ങളിൽ ഇത് കുറേ പേര് പറയും അത് വെളുത്തവർ ചെയ്ത് കഴിഞ്ഞാൽ അറിയത്തില്ല എന്ന് പറയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തവർ ചെയ്യുന്നതിനേക്കാട്ടിൽ കൂടുതൽ അറിയുന്നത് കറുത്തവർ ചെയ്യുമ്പോഴാണ്. കറുത്തവർ ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ ഈ വെളുപ്പ് എടുത്ത് കാണിക്കും. വെളുത്തവർ ചെയ്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് അറിയത്തില്ല. എങ്കിലും എൻ്റെ ഫേസ് നോക്കിക്കേ, നേരത്തെ കണ്ട ഫേസാണോ ഇപ്പം നിങ്ങളുടെ അജിത ചേച്ചി, നേരത്തെ കണ്ട അജിത ചേച്ചിയുടെ ഫേസാണോ ഇപ്പോഴത്തെ അജിത ചേച്ചിന്ന് നിങ്ങളൊന്ന് ശരിക്കും ശ്രദ്ധിച്ച് നോക്കിക്കേ. നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഇത് ചെയ്യണം. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ കേർഡ് ഫേഷ്യലാണ്, തൈര് വെച്ചിട്ടുള്ള ഫേഷ്യലാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇന്നത്തെ തൈര് കൊണ്ടുള്ള ഫേഷ്യൽ നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ഫേസ് ഒന്ന് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അതിന് കുറച്ച് തൈരെടുക്കാം. ആദ്യം നമ്മുടെ പൊട്ടങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മുടെ സ്വന്തം തൈരാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. കുറച്ച് തൈരെടുത്താൽ മതിയാകും. കുറച്ച് തൈരെടുക്കാൻ, ഞാൻ ക്ലെൻസ് ചെയ്യാൻ മാത്രം എടുക്കാം. നമുക്ക് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം. ആഹാ, നല്ല തണുപ്പ്. നമ്മുടെ ഫേസിൽ അഴുക്കൊക്കെ നന്നായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തൈര് വെച്ചിട്ട് ക്ലെൻസ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ തൈര് ഫേഷ്യലല്ല ചെയ്യുന്നത്. അപ്പം നമുക്ക് തൈര് കൊണ്ട് തന്നെ ക്ലെൻസ് ചെയ്ത് കൊടുക്കും. തൈരിൽ ലാക്റ്റിക് ആസിഡ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഫേസിന് നല്ല തിളക്കവും ഗ്ലോയും ഒക്കെ കിട്ടും. നല്ല വെളുപ്പും കിട്ടും നമ്മുടെ ഫേസിന്. നമ്മൾ ജസ്റ്റ് ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കുക. ഇത് മതി. അപ്പം നമ്മുടെ ക്ലെൻസിങ് കഴിഞ്ഞു. കഴുത്തിലും കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ കഴുത്തിൽ ചെയ്യുന്നുണ്ടോ. ഇനി നമുക്കിന്ന് തുടച്ച് കളയാം. തുടച്ചോ കഴുകിയോ എങ്ങനെ വേണേലും കളയാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് തുടച്ച് കളയുകയാണ് ചെയ്യുന്നത്. ചെയ്തു. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റെപ്പിന് നമ്മൾ എടുക്കുന്നത് ഇവിടെ തൈര് തന്നെയാണ് എടുക്കുന്നത്. ഇതിൽ കുറച്ച് തൈര് ബാക്കിയുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ തൈര് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കണ്ട. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചസാരയാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രബാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാര ഇത് ഭയങ്കര തരിയായിട്ടുള്ള പഞ്ചസാര അല്ല, അതുകൊണ്ട് ഞാൻ പൊടിക്കുന്നില്ല. ജസ്റ്റിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ കാപ്പിപ്പൊടിയാണ്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. ഇത് സൺറൈസിൻ്റെ ആണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനൊന്നുമില്ല, ഏത് കോഫി പൗഡർ വേണമെങ്കിലും നമുക്ക് എടുക്കാം. നമ്മളിതിനകത്തോട്ട് കുറച്ച് കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്നു. കണ്ടോ, കുറച്ച് മതി. നമ്മുടെ ഒരു ഫേസിൽ എന്തുമാത്രം വേണം അത്രയും മാത്രം എടുത്താൽ മതി. ജസ്റ്റ് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു.
മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും, സ്ക്രബ് ചെയ്തു. ഫേസിൻ്റെ എല്ലാ ഭാഗങ്ങളിലും തേക്കും. സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആയി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യുന്നത്. സ്ക്രബ് ചെയ്താൽ നമ്മുടെ പോഴ്സൊക്കെ ഓപ്പൺ ആയാൽ മാത്രമേ നമുക്ക് പാക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിൽ ഇത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ ഇത് അബ്സോർബ് ചെയ്തോളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രബ് ചെയ്യുന്നത്. പുളി ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മൂക്കിൻ്റെ സൈഡിലും വായുടെ ഇവിടെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ 2 സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഫേസ് നല്ല തിളക്കം വരും. പിന്നെ പാക്കും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ പറയുകയും വേണ്ട. തൈര് നമ്മുടെ ഫേസിന് ഒരുപാട് നല്ലതാണ്. നമ്മൾ വെയിലത്തൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ചു വന്നിട്ട് വെറുതെ ഒന്നും ചെയ്യാതെ തൈര് മാത്രം എടുത്തിട്ട് നമ്മുടെ ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കരിവാളിപ്പൊക്കെ നമ്മുടെ ഫേസിൽ പെട്ടെന്ന് തന്നെ മാറും. നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തിലും കൂടെ ചെയ്യുക കേട്ടോ. ഇത് മതി. ഇനി നമുക്കിത് തുടച്ചു മാറ്റാം. കണ്ട ഇത് കണ്ട നല്ല നല്ല വെളുപ്പായില്ലേ? ഇവിടെ തുടയ്ക്കാം. നിങ്ങൾക്ക് കഴുകണമെങ്കിൽ കഴുകാം കേട്ടോ. ഇപ്പം ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ നമ്മൾ ഒരുപാട് വീഡിയോ ലെന്തായൊക്കെ പോകത്തില്ല, കഴുകാനൊക്കെ പോകുമ്പോൾ. ഇതാകുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നമുക്ക് തുടച്ച് മാറ്റും. കണ്ട കണ്ട നമ്മുടെ ഫേസിൻ്റെ കളറ് ഇപ്പം തന്നെ മാറി. കണ്ട കൈ ഒന്ന് കഴുകിയിട്ട് വരാം. ഇനി നമുക്ക് നമ്മുടെ ഫേസിൽ പാക്ക് ഇട്ട് കൊടുക്കും. ഇന്ന് കഴുകിയിട്ട് വരാം. വേണ്ട. ഇനി നമ്മൾ പാക്ക് ഇട്ട് കൊടുക്കാൻ നമ്മൾ എടുക്കുന്നത് കുറച്ച് തൈരാണ്. തൈരെടുത്തു. ഇനി നമുക്ക് തക്കാളി നമുക്കൊന്ന് മുറിക്കാം. പിച്ചാത്തി എടുത്തിട്ട് തക്കാളി മുറിച്ചു. ഇതിനകത്തേക്ക് തക്കാളി ഒഴിച്ചു കൊടുക്കുക. കണ്ട രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തിട്ട് ഇതും കൊണ്ട് നമ്മളൊരു 20 മിനിറ്റോളം നമ്മൾ ഇരിക്കണം കേട്ടോ. എങ്കിലും നമുക്കിതിൻ്റെ പ്രയോജനം കിട്ടുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്.
നമ്മുടെ ഫേസ് നല്ല പാല് പോലെ വെളുത്ത് നന്നായിട്ട് തിളങ്ങുകയും ചെയ്യും. ഇപ്പം നമ്മൾ എല്ലാവരും ചോദിക്കും നമ്മളോട്, നിങ്ങൾ ഏത് പാർലറിലാണ് പോയേന്ന്. അതുപോലെ ഭംഗിയാണ് നമ്മുടെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ. ഇത് കണ്ട. അപ്പം ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ കണ്ട. ഒരു 20 മിനിറ്റ് നമ്മുടെ ഫേസിൽ ഇങ്ങനെ വെക്കുക. പിമ്പിൾസ് മാറാനും ഗ്ലോ കിട്ടാനും നമ്മുടെ മുഖം പാല് പോലെ തിളങ്ങാനും ഒക്കെ നല്ല അടിപൊളി പായ്ക്കാണ് കേട്ടോ. ഇനി ഒരു 20 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ, എന്നിട്ട് ഞാൻ വരാം. നമുക്കിതൊന്ന് മാറ്റാം. 20 മിനിറ്റായി. നമുക്കിതൊന്ന് തുടച്ച് മാറ്റാം. നോക്കിയേ എന്താ തിളക്കം എന്ന് നിങ്ങൾ നോക്കിയോ? കണ്ടോ? എന്താ തിളക്കം എന്ന് നോക്കിയേ നിങ്ങൾ. കണ്ടോ? ഞാൻ പറയുന്ന വെറുതെ ആണോ? കണ്ടോ? കണ്ടോ? കാണുന്നുണ്ട് ഇത്? കണ്ട? കണ്ട? അതാ പറഞ്ഞത്, നിങ്ങൾ ഇത് ചെയ്യുക. നല്ലതാണ് നമ്മുടെ ഫേസിന്. എന്താ ഈ തൈരും തക്കാളിയും കൊണ്ടുള്ള നമ്മുടെ ഫേഷ്യല് അടിപൊളിയാണ്. ഇത് നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ തുടയ്ക്കുന്ന ഇതിന് വേണ്ടിയിട്ടാണ്. കണ്ടോ? കണ്ട? എന്താ തിളക്കം നോക്കിയ നമ്മുടെ ഫേസിന്. കണ്ട? എന്നാ ഇനി ഞാനിതൊന്ന് കഴുകിയിട്ട് വരാം. ഇത് കണ്ട, കഴുകി ജസ്റ്റ് കഴുകിയത് മാത്രമേ ഉള്ളൂ. ഞാൻ തുടച്ചിട്ട് പോലും ഇല്ല മുഖം. ഇപ്പം നമ്മുടെ ഫേസിൻ്റെ ആ തിളക്കവും ഒക്കെ നോക്കിക്കേ. നല്ല പാല് പോലത്തെ വെളുപ്പാണ് നമുക്ക് കിട്ടുന്നത്. കണ്ട? നല്ല ഭംഗിയല്ലേ മുഖം നമ്മുടെ? നല്ല തിളങ്ങി നല്ല നല്ല വെള്ള കളർ, പാല് പോലത്തെ കളർ എന്നൊക്കെ പറയാം. കണ്ട? നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിലൊക്കെ ഇത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. 1 മിനിറ്റ്. കണ്ട? അവിടെ വാതിലടയ്ക്കാൻ പോയതാ ഇങ്ങോട്ട് ഇത്. അപ്പം ഇതാ നമ്മുടെ ഫേസിൻ്റെ ഗ്ലാമർ നോക്കിക്കേ. കണ്ടോ? എല്ലാവരും ഇത് ചെയ്യണം. നമ്മുടെ ഫേസ് നല്ല ഭംഗിയൊക്കെ ആയിട്ടിരിക്കാനായിട്ട് നല്ലതാണ്. ഇതല്ല, നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കും നമ്മുടെ ഫേസ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക. പുതുതായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.